സ്വാമി ശരണം. എവിടെ നിന്നാണാവോ? അയ്യപ്പ ശരണം. ഞാൻ കുറച്ച് ദൂരെന്നാ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി തടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? സുകുമാരഗുരുക്കൾ തന്നയച്ചതാ. ഇരിക്കാം. വീടന്വേഷിച്ച് നടന്നു കൈയും കാലൊക്കെ ഭയങ്കര വേദന. ഒരു നോറ്റം. കാശ് എത്ര വേണമെങ്കിലും തരുമെന്നാണല്ലോ ഗുരുക്കൾ എഴുതിയിരിക്കുന്നത്. അതിലെത്ര സംശയം എന്താ? കാശ് വലിച്ചെറിയുന്ന ആളല്ലേ സ്വാമി. അങ്ങനെ വല്ലയിടത്തോട്ടും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. സ്വാമി ക്യാഷ് എന്റെ പോക്കറ്റിൽ എറിയണം. ആ, എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ 1-2 ഒഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അയ്യോ, ഉപേക്ഷ വിചാരിക്കരുത്. സ്വാമി ആളൊരു മഹാഭാവമാ. ആ കശ്മലന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. അതുകൊണ്ടാ. പെമ്പിള്ളേർക്ക് എന്ത് പ്രായം വരും? 19 വയസ്സും 17 വയസ്സും. ഈ പ്രായമാണ് പ്രശ്നം. എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് 1000 രൂപയുണ്ട്. വാങ്ങിച്ചോളൂ. പിടിച്ചോളൂ. ബാക്കി തുക അവന്മാർ അടിച്ചിറക്കുന്ന ആ നിമിഷം തരും. പിടി. സമ്മതിച്ചു. പക്ഷേ എനിക്ക് 1-2 കണ്ടീഷൻസ് കൂടിയുണ്ട്. എന്താണാവോ? എന്റെ ദിനചര്യകളും ഭക്ഷണക്രമങ്ങളും അതൊക്കെ ഏറ്റു. അനന്തൻ ഗുരുക്കൾ വരാമെന്ന് സമ്മതിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് വരണം? കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഉടനെ തന്നെ പുറപ്പെട്ട് കളയാം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി തീർത്തിട്ട് ഉടനെ മടങ്ങി വരികയും ചെയ്യാമല്ലോ. ഞാൻ എന്റെ അമ്മയുടെയും കാവിലമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. സ്വാമി ശരണം. അയ്യപ്പ ശരണം. സ്വാമി. എന്താ മോനെ? ഞാനൊരു സ്ഥലം വരെ പോവുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. എവിടെയെങ്കിലും ജോലി ശരിയായോ? ആ, ഒരാൾ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്താ ഏട്ടാ ജോലി? തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അല്ലമ്മേ, ജോലിക്കുള്ള ശുപാർശ കത്തേ കയ്യിലുള്ളൂ. ജോലി എന്താണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഏട്ടനോട് പോയാ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ. എവിടെ പോയാലും രജനിയുടെയും മായയുടെ ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. ചേട്ടനെ പോലെ നീയും ആകരുത്. ശരിയമ്മേ. ദാ ഇത് വെച്ചോളൂ. എവിടുന്ന ഏട്ടാ ഇത്രയും രൂപ? അത് അഡ്വാൻസ് കിട്ടിയതാ. ജോലി കിട്ടുന്നതിന് മുമ്പ് അഡ്വാൻസ് അല്ലേ? പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ അഡ്വാൻസ്? അമ്മേ, ഞാൻ ഇറങ്ങുക. മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കരുത്. വരട്ടെ അമ്മേ. ശരി മോനെ. വേഗം അറിയുവാ. എന്തോ മനുഷ്യ ഇത്? കണ്ണു കണ്ടൂടെ? വേഗം കയറോട്ടെ. അല്ല, ഇത് ആരാ മാഷ പുതിയൊരാള്? കേട്ടിട്ടില്ലേ അനന്തൻ ഗുരുക്കൾ? ഇല്ല. ആ, എന്നാ കണ്ടോളൂ. ഇതാണ് സാക്ഷാൽ അനന്തൻ ഗുരുക്കൾ. മാഷ എന്നെ ഗുരുക്കളെന്നും പറഞ്ഞ് ഇങ്ങനെ ആരെയും പരിചയപ്പെടുത്തണ്ട. ഞാൻ വന്നിരിക്കുന്ന കാര്യം പോലും ആരും അറിയാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ആ ലോഡ്ജുകാരെ കൈകാര്യം ചെയ്യാൻ. അതെന്താ? മർമ്മങ്ങാൻ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരില്ലേ? മാഷ് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ ഞാൻ അവരെ നേരിടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എടാ നാരായണ, 2 സോഡ ഇങ്ങനെ. കുടിച്ചതിന്റെ കാശ് ആദ്യം എന്നാ പിന്നെ കുടിക്കാം. ടീ കൂടാ. നമസ്കാരം. നമസ്കാരം. എന്താ പക്ഷെ പോട്ടെ, ആള് വന്നില്ലേ? അപ്പുണ്ണി മാസ്റ്റർ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്താതിരുന്നിട്ടുണ്ടോ? എന്നിട്ട് ആളെവിടെ? ഇതാണ് ആള്, അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. നമസ്കാരം. ഇത് കുമാരൻ ഗുരുക്കളുടെ മകനായിരിക്കും. അല്ല, ഞാൻ ഗുരുക്കളുടെ ശിഷ്യനാ, അനന്തൻ. സുകുമാരൻ ഗുരുക്കളുടെ 12 ശിഷ്യന്മാരിൽ പ്രമുഖൻ. വേറൊന്നുമല്ല, കണ്ടിട്ട് ഒരു കളരി അഭ്യാസിയാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം. കളരി അഭ്യാസിക്ക് തടി എന്തിനാ? മെയ്വഴക്കമല്ല പ്രധാനം. ഫാൻ ഇങ്ങനെ ഇഡലി പോലെ വീഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ട്? അല്ല, അപ്പോഴേ നമുക്ക് മറ്റേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. மாமி, அப்பா மாஷும் வராங்க. இன்னொரு இருக்கு, குருக்களாയിരിക്കും. ഇരിക്കൂ. ഇതാണ് കളരി വിദ്വാൻ അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. കളരി വിദ്വാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ്. കളരി ആശാനെന്ന് പറയണം.
ഇതെന്റെ മൂത്ത സഹോദരിയാണ് അതെ. സുബ്ബമ്മ. ഗായത്രി, സാവിത്രി. കാപ്പി എടുക്കട്ടെ? ആയിക്കോട്ടെ. അയ്യോ, ഗുരുക്കള് കാപ്പി കുടിക്കാറില്ല, പാലേ കുടിക്കൂ. ഗോംപാൽ, അതായത് പശുവിൻ പാൽ. ഞാൻ പാൽ മാത്രമേ കുടിക്കൂ എന്നുള്ള വിവരം മാഷ് മറന്നോന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. അതിനെന്താ, പാലെടുക്കാം. ആ, ഇത് ഗായത്രി, സാവിത്രി കുട്ടി. അതെ, യഥാർത്ഥത്തിൽ ഈ അനന്തൻ ആരാന്ന് സ്വാമിക്കറിയാം. കച്ചോളി ഓതേരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കടത്തനാട്ട് വീരനല്ലേ? ആമാ, അന്ത തറവാട്ടിലെ അവസാനത്തെ കന്യായിരിക്കുന്നത്. പതിനെട്ടടവുകളിൽ ഏതടവ് പ്രയോഗിച്ചാണ് അവന്മാർ അവിടെ നിന്ന് ഇറക്കേണ്ടത് സ്വാമി എന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം അനന്തനേറ്റു. അതിലേതൊക്കെ മുറകളാണ് പറ്റിയതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അനന്തൻ. മെയ്ത്താരി, കോൽത്താരി, വായ്ത്താരി, അങ്കത്താരി. ഇതിലെ കോൽത്താരിയിലെ ഒറ്റപ്പയറ്റ്, അങ്കത്താരിയിലെ മറപിടിച്ച കുന്തം, പുലിയങ്കം. ഇതിലേതാ വേണ്ടതെന്ന് സ്വാമി തന്നെ തീരുമാനിച്ചാൽ മതി. അല്ല, ഈ ആയുധം കൊണ്ടുള്ള കളികൾ വേണോ? മറ്റു മാർഗങ്ങളിലൂടെ അവരെ ഇറക്കി വിടാൻ പറ്റില്ലേ? അപ്പോ പുലിത്താരി മതിയല്ലേ? മംഗം. ആദ്യം ഞാൻ അവന്മാരെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഏതടവ് വേണമെന്ന് തീരുമാനിക്കാം. ഓ, പക്ഷേ ഈ ഗുരുക്കൾ ഇവിടെ വരുത്തിയിരിക്കുന്ന വിവരം പുറത്താരും അറിയരുത്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വാമി, ഒരാളും അറിയില്ല. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ അവന്മാർ ഇവിടെ കാണുകയില്ലല്ലോ. അവന്മാരവിടെ ഇല്ലാത്തതാണ് നല്ലത്. ആദ്യം ഞാൻ ആ മുറിയും പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണട്ടെ. അല്ല, അപ്പോ സ്വാമി, അനന്തന്റെ ഭക്ഷണകാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് ഹോട്ടലുണ്ട്, എന്നാലും അനന്തൻ അവിടെ നിന്ന് കഴിക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോട്ടെ. ഇവിടെ ആകുമ്പോ ഇഷ്ടാനുസരണം അക്ക ഉണ്ടാക്കി കൊടുത്തോളും. അതാ നല്ലത്. സ്വാമിയുടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് വെറുതെ വയറ് കേടാക്കണ്ട. അല്ല, പച്ചക്കറി എന്ത് വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കി തരാം. എന്താ? ഒന്നുമില്ല. ദാ. ഇതാണ് അവന്മാർ താമസിക്കുന്ന മുറി. ആ. സ്വാമി, ഗുരുക്കൾക്ക് ആ സ്ഥാനം കൊടുക്കൂ. ഒന്ന് മാറിക്കും, ഒന്ന് മാറിക്കും, ഒന്ന് അങ്ങോട്ട് വെച്ചോട്ടെ. ഇതെന്തോന്ന് മാറിയിട്ട് വയ്യ. പോട്ടെ അങ്ങോട്ട്. എത്രയും പെട്ടെന്ന് ഒരു കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വടക്ക് കിഴക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇടണം. ഓ. അതെന്തിനാ? ഇതിനകത്താണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ആവുന്നതും ബലപ്രയോഗം നടത്താതെ അവന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് തന്നെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നത്. ലോഡ് ജോയിൻ തരാത്തതോ പോട്ടെ, അവന്മാരുടെ ശല്യം കാരണം എന്റെ പെൺകുട്ടികൾക്ക് പുഴയിൽ കുളിക്കാൻ പോകാൻ പോലും വയ്യ എന്നായിട്ടുണ്ട്. അന്ത വിഷയം കൂടെ കൊഞ്ചം ജ്ഞാപകം എടുക്കണം. എല്ലാം ഞാനേറ്റ് സ്വാമി. ഓ, ഒരു സ്വകാര്യം എനിക്ക് മാഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ഞാൻ താഴെ പോയി കടയിലിരിക്കാം. മാഷ, ഒരു കാര്യം, എനിക്ക് കഴിക്കാൻ പുല്ലും വൈക്കോലും സാമ്പാറും ഒന്നും പറ്റില്ല. ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണ്ടി വരും. ഞാനത് അവിടെ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനെന്താ, എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. ആ, ചോദിക്കുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. മറ്റവൻ അടിക്കൂ? അടിക്കോ? ഞാൻ അടിക്കില്ല. ഞാൻ അടിക്കും. എന്നാ കാര്യം അടിക്കും.